വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം. പുലർച്ചെ മുതലാണ് കൊല്ലം ജില്ലയുടെ തീരദേശ മേഖലകളിൽ അപ്രതീക്ഷിത വേലിയേറ്റമുണ്ടായത്. സാധാരണഗതിയിൽ വേലിയേറ്റം സംഭവിക്കുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യചന്ദ്രന്മാരുടെ ഗുരുത്വാകർഷണം അനുസരിച്ചോ ആണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ വേലിയേറ്റമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം. മറ്റു ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കും. അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ കരയിലേക്ക് തിരമാലകൾ ആഞ്ഞടിക്കും. മഴയോ കാറ്റോ ഒന്നും തന്നെ ഇല്ലാതെയാണ് തിരമാലകൾ ഇങ്ങനെ ഉയർന്ന് കരയിലേക്ക് എത്തുന്നത്. ഈ സമയങ്ങളിൽ കൊല്ലം ബീച്ച്, കൊല്ലം അഴീക്കൽ ബീച്ച് എന്നിവിടങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപും കള്ളക്കടൽ പ്രതിഭാസം ഈ ഭാഗത്ത് രൂപപ്പെട്ടിരുന്നു. ആലുവയിൽ യുവതി പെരിയാറിൽ ചാടി മരിച്ചു. ആലുവ കുട്ടമശ്ശേരി കണിയാമ്പള്ളിക്കുന്ന് അനീഷിന്റെ ഭാര്യ ഗ്രീഷ്മയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്നും ഗ്രീഷ്മ പെരിയാറിലേക്ക് ചാടിയത്. കൊട്ടാരക്കടവിൽ നിന്ന് മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്നും യുവതി പെരിയാറിലേക്ക് ചാടുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് 8:45 മൃതദേഹം കണ്ടെത്തി. ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 1 വർഷം മുൻപാണ് ഗ്രീഷ്മയും അനീഷും തമ്മിലുള്ള വിവാഹം നടന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വസ്ത്ര സംസ്കാരത്തിന് പുതുമ പകരുന്ന ഫാഷൻ വസ്ത്രങ്ങളുമായി എന്നും അമീർ വെറൈറ്റി കളക്ഷൻ. നിലവാരം, ന്യായവില, വിശ്വസ്തത. വെറൈറ്റി കളക്ഷൻസ്, മാർക്കറ്റിന് എതിർവശം, വിഴിഞ്ഞം റോഡ്, ബാലരാമപുരം. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.